ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹതയേറ്റുന്ന തിരോധാന കേസുകളിൽ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ വീടിനകത്തെ ബാത്റൂമിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നടന്ന പരിശോധനയിൽ പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന് പിന്നിലെ കുളത്തിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തി. വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥിഭാഗങ്ങളും കൊന്തയും വസ്ത്രങ്ങളും കണ്ടെടുത്തു. സെബാസ്റ്റ്യനുമായി പോലീസ് സംഘം കോട്ടയത്തേക്ക് മടങ്ങി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് വിഷ്ണു, ഇന്നത്തെ പരിശോധന പൂർത്തിയായപ്പോൾ എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം? എത്ര പ്രധാനപ്പെട്ടതായിരുന്നു ഈ പകൽ? വിജയകുമാർ, 7 മണിക്കൂറാണ് ഇന്നത്തെ തെളിവെടുപ്പ് നടന്നത്. അത് വിവിധ ഇടങ്ങളിലായി വീടിന്റെ വിവിധ ഇടങ്ങളിൽ നടന്നു. നേരത്തെ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളുടെ ബാക്കിയാണ് ഇന്ന് കണ്ടെത്തിയതെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇനി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനുശേഷം മാത്രമാണ് ഇതിന്റെ കാലപ്പഴക്കവും ഇത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വരിക. ഇത് നേരത്തെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ കേസ്, അതായത് ആ പെർട്ടിക്കുലർ കേസ് അന്വേഷിക്കുന്നതിൽ അത് ഗുണകരമാകും എന്നാണ് വിലയിരുത്തൽ. പക്ഷേ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷ ക്രൈംബ്രാഞ്ചിനുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ഈ 2 ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താനായത്. അത് പുതിയ ഒരാളുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനും ആകുന്നില്ല. അത് നേരത്തെ കണ്ടെത്തിയതിന്റെ ബാക്കി തന്നെ എന്ന് ക്രൈംബ്രാഞ്ച് പറയുകയും ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഒരു തരത്തിലും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല, ചോദ്യങ്ങളോട് മറുപടി പറയുന്നില്ല. ഇവരെ കൊന്നിട്ടുണ്ടോ, ഇവരെ പരിചയമുണ്ട് എന്ന് പറയുമ്പോഴും ഇവരെ കൊന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും അയാൾ മറുപടി പറയുന്നില്ല. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് സെബാസ്റ്റ്യൻ എന്ന ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം DNA പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കുമെന്ന് മനസ്സിലാകുന്നു. വ്യാഴാഴ്ച വരെ സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ട്. ഒരു പക്ഷേ ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ജയിനമ്മയുടെ വീടുകളിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. ചേർത്തലയിലെ തെളിവെടുപ്പ് പൂർത്തിയായി എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതായത് കോട്ടയം യൂണിറ്റിന്റെ തെളിവെടുപ്പാണ് പൂർത്തിയായത്. ഇനി ആലപ്പുഴ യൂണിറ്റിൽ തെളിവെടുപ്പ് നടക്കാനുണ്ട്. ആലപ്പുഴയിലെ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടാണ് തെളിവെടുപ്പ് നടത്തുക. അത് ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ആ തെളിവെടുപ്പ് ഉണ്ടാകുക. പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് ഈ 2.5 ഏക്കർ വരുന്ന വിസ്തീർണം വരുന്ന സ്ഥലത്തിന്റെ എല്ലാ മൂലയിലും ആ ഡിവൈസ് എത്തിച്ച് അവിടെ ഒരു പരിശോധന ആലപ്പുഴ യൂണിറ്റ് നടത്തും. അതിൽ ചില നിർണായക വിവരങ്ങൾ ലഭ്യമായാൽ മാത്രമാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് വളരെ സുഗമമായി സാധ്യമാകുകയുള്ളൂ. അതല്ല എങ്കിൽ ക്രൈംബ്രാഞ്ചിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജയിനമ്മയുടേത് മാത്രമാണ് ഒരു കൊലപാതകം എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത്. അപ്പോഴും അത് ഇയാൾ കൊലപ്പെടുത്തി, ഈ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന് പറയാനായുള്ള ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി DNA ഫലം, പരിശോധനാ ഫലം വരുമ്പോൾ അത് ജയിനമ്മയുടെ അല്ലെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും. അങ്ങനെ ആകെ പ്രതിസന്ധിയിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. പക്ഷേ ഈ തെളിവെടുപ്പ് നടപടികൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ലീഡ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് അവർ കരുതുന്നത്. വിഷ്ണു, ഈ പള്ളിപ്പുറത്തെ പരിശോധന, ഇന്നത്തെ പരിശോധന തീർന്നു എന്നാണോ, അതോ ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇനി അവിടെ പരിശോധിച്ചിട്ട് കാര്യമില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് അവരെത്തിയെന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ ഇന്നിപ്പോ ഇത്രയും പരിശോധിച്ചിരിക്കാൻ അതിന്റെ തുടർച്ച നാളെയും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അങ്ങനെയില്ല. നാളെ പരിശോധനയില്ല. സ്വാഭാവികമായി അപ്പോൾ ഇവിടെ കോട്ടയം യൂണിറ്റിന്റെ ഭാഗത്തുണ്ടായ പരിശോധനകൾ അവസാനിച്ചു. ഈ പരിശോധന നടത്താവുന്നതിന്റെ പരമാവധി ഇടങ്ങളിലൊക്കെ നടത്തി. വീടിന്റെ ഗ്രാനൈറ്റ് പൊളിക്കണം എന്ന് പറഞ്ഞു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് പൊളിച്ച് പരിശോധന നടത്തി. അവിടെ നിന്നൊന്നും കണ്ടെത്തില്ല. കുളം വറ്റിച്ച് അവിടുത്തെ ചെളി നീക്കി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് മാത്രമാണ് അസ്ഥി കഷ്ണം ലഭിച്ചത്. ഒപ്പം വീടിന്റെ പറമ്പിൽ നിന്ന് അസ്ഥി കഷ്ണം ലഭിച്ചു. സെപ്റ്റിക് ടാങ്കും കിണറും ഒക്കെ പരിശോധന നടത്തി. പക്ഷെ അവിടെ നിന്നൊന്നും ലഭിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അവിടെ ഈ ജയിനമ്മ കേസുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തേണ്ടതില്ല എന്നാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. പക്ഷേ ആലപ്പുഴ യൂണിറ്റ് ഈ വീട്ടിൽ പരിശോധന തുടരും. യെസ്, ചേർത്തല പള്ളിപ്പുറത്തു നിന്നാണ് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതി ഈ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അസാമാന്യ ആത്മവിശ്വാസത്തോടെ അയാൾ ചോദ്യം ചെയ്യലിനെ നേരിടുന്നു എന്നാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളവരൊക്കെ പറയുന്നത്. ഈ കണ്ടെത്തിയ ഈ അസ്ഥിഭാഗങ്ങൾ അത് ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി ആരുടേതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷേ വൈകിയായിരിക്കും അന്വേഷണ സംഘം ഔദ്യോഗികമായി പുറത്തുവിടുക.